ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹു വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖാലു തല്ലാഹി ലഖദ് ആസറകല്ലാഹു അലൈന വ ഇൻ കുന്ന ലഖാതിഈൻ എന്നല്ലേ വിശദീകരിച്ച് നമ്മൾ പറഞ്ഞത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ പറഞ്ഞു, ഖാലു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ്, തല്ലാഹി ലഖദ് ആസറകല്ലാഹു അലൈന, അള്ളാഹു ആണേ സത്യം, അള്ളാഹു തീർച്ചയായും ഞങ്ങളെക്കാൾ താങ്കൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു, ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്നു. വ ഇൻ കുന്ന ലഖാതിഈൻ, തീർച്ചയായും ഞങ്ങൾ അപരാധികളായിരുന്നു, ഞങ്ങൾ തെറ്റ് ചെയ്തവരായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരാകുന്നു എന്നത് അവർ എഗ്രി ചെയ്ത് സമ്മതിച്ചു. അതാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഒരു ചരിത്രം പറഞ്ഞു അല്ലേ? എന്താ ചരിത്രം? അതാണ് പറഞ്ഞത്. അബൂ സുഫിയാൻ ബിൻ അൽ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബും പിന്നെ അബ്ദുല്ലാഹി ബിൻ അബി ഉമയ്യ അൽ മഖ്സൂമിയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബവായിൽ കാണാൻ വേണ്ടി വന്നപ്പോൾ, മക്ക ഫതഹിന് വരുന്ന സമയത്ത് പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സ്വീകരിക്കാതിരുന്നു. പക്ഷേ പിന്നെ സ്വീകരിച്ചത് അലി റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറയാൻ അവരോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ ഖാലു തല്ലാഹി ലഖദ് അസറകല്ലാഹു അലൈന വ ഇൻ കുന്നാ ലഖാതിഈൻ എന്ന് ഓതിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ എന്ന് ഓതിയത് എന്നാണ്. അതുപോലെ ഈ ആയത്തിൻ്റെ വിഷയത്തിൽ ചരിത്രമുണ്ട്, നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഖാല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു. ആര് പറഞ്ഞു? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലാ തസ്രീബ അലൈക്കും അൽയൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. എന്താ ലാ തസ്രീബ്? തസ്രീബ് എന്ന് പറഞ്ഞാൽ സർബിൽ നിന്നാണ്, അല്ലെങ്കിൽ സെറബിൽ നിന്നാണ് തസ്രീബ്. സെറബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഈ അടിസ്ഥാനപരമായിട്ട് അത് ഈ കൊഴുപ്പിനാണ് പറയുക. കൊഴുപ്പ്, ഉപദ്രവകരമായ കൊഴുപ്പ്, ശരീരത്തിൽ കുടലിൽ ഒക്കെ പിന്നെ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനാണ് സെർബ് എന്ന് പറയുക. സെർബ് അത് പിന്നെ എന്തായി, പിന്നെ ആക്ഷേപം, കുറ്റം എന്ന അർത്ഥത്തിന് പ്രയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് തസ്രീബ് വന്നത്. തസ്രീബ് എന്ന് പറഞ്ഞെങ്കിൽ അതാണ് തഖ്രീഅ്, അല്ലെങ്കിൽ പിന്നെ ലൗം, ആക്ഷേപിക്കൽ എന്ന അർത്ഥത്തിൽ. ലാ തസ്രീബ അലൈക്കും എന്നാണ്. പറഞ്ഞാൽ ലാ ലൗം അലൈക്കും. ലൗം എന്ന് പറഞ്ഞാൽ ആക്ഷേപം, അല്ലെങ്കിൽ തഖ്രീഅ്, ലാ തഖ്രീഅ, കുറ്റപ്പെടുത്തൽ. തസ്രീബ്, സറബ്, ഇതിൽ നിന്നാണ് പിന്നെ യസ്രിബ് കേട്ടിട്ടുണ്ടോ? എന്താ യസ്രിബ്? യസ്രിബ് എന്താ? ഇതാണ് തസ്രീബ്, സറബ്, യസ്രിബ്. എന്തിനാ ഈ യസ്രിബ് എന്ന് പറയാ? ചക്കക്കോ മാങ്ങക്കോ കട്ടിത്തൈരിന് യസ്രിബ് എന്ന് പറയുന്നത് ശരിക്ക് വിശുദ്ധ മദീനൻ്റെ പണ്ടത്തെ പേരാണ് യസ്രിബ്. ഇതേപോലെ ഒരു പ്രയോഗമുണ്ട്, മൂപ്പര് പറഞ്ഞേ, കട്ടിത്തൈറിന് ഉണ്ട് അല്ല, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഞാനിന്ന് ക്ലാസ്സിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. യസ്രിബ് എന്നുള്ളത് മദീനൻ്റെ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഇന്നി ഉമിർതു ബി ഖറിയത്തിൻ തഅകുലുൽ ഖുറ യഖൂലൂന അൻഹാ യസ്രിബ്. ഇന്നി ഉമിർതു ബി ഖറിയത്തിൻ, ഒരു നാട്ടിലേക്ക് ഹിജറ പോകാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. തഅകുലുൽ ഖുറ എന്നാണ്, എല്ലാ നാടുകളെയും അതിജയിക്കുന്ന ഒരു നാട്ടിലേക്ക്. യഖൂലൂൻ അൻഹ, അതിനെക്കുറിച്ച് അവർ പറയുന്നത് യസ്രിബ് എന്നാണ്.
യസ്രിബ് എന്നാണ്. വഹി അൽ മദീന, റസൂലുള്ള പറയാണ് അത് അൽ മദീനയാകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യസ്രിബ് എന്നുള്ള ഈ പേര് മാറ്റി അൽ മദീന എന്ന് പേരിട്ട്, വിശുദ്ധ മദീനക്ക് യസ്രിബ്. യസ്രിബ് എന്നുള്ളത് അൽ മദീനയുടെ പണ്ടത്തെ പേരാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ യാ അഹ്ല യസ്രിബ്, ലാ മുഖാമ ലക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, അഹ്ല യസ്രിബ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് 2-3 സ്ഥലങ്ങൾ പറഞ്ഞിട്ട് യസ്രിബ് എന്ന്. ആ പേര് മാറ്റാൻ കാരണം അതാണ്. അതിൻ്റെ അർത്ഥം എന്തല്ല, ഒരു ഗുണകരമായ അർത്ഥമല്ല അത്, ആക്ഷേപം, കുറ്റപ്പെടുത്തൽ എന്നൊക്കെയാണ് യസ്രീബ്. ചിലർ പറഞ്ഞത് വിശുദ്ധ മദീനക്ക് മുഴുവനുള്ള പേരല്ല യസ്രീബ്, മദീനയുടെ ഒരു ഭാഗം മാത്രമാണ് യസ്രീബ്. ഇന്നിപ്പോൾ നമ്മൾ മദീനയിൽ പോയിട്ടുണ്ടെങ്കിൽ മദീനയുടെ വടക്ക് കിഴക്ക് ഭാഗം ഈ ഉഹുദ് മലൻ്റെ ചെരുവിലൂടെ ഒരു കനാലുണ്ട്, വലിയ കനാൽ. അതിന് വാദി അൽ ഖന എന്നാണ് പറയുക, വാദി അൽ ഖന. നൈൽ നദിയെപ്പോലെ സൗന്ദര്യമുള്ള ഒരു കനാലാണത്. അതിൽ വെള്ളം നിറഞ്ഞാൽ മദീനയിലുള്ള എല്ലാ താഴ്വാരങ്ങളിലും വെള്ളം ഒലിച്ചു വന്നാൽ ഈ വാദി കനാലിലാണ് ചെന്നിട്ട് നിൽക്കുക എല്ലാതും. അതോട് കൂടിയിട്ട് വാദി കനാൽ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഭയങ്കര കാഴ്ചയാണത്. ഉഹുദ് മലൻ്റെ ചെരുവിൽ ഈ വാദി അൽ ഖന എന്ന് പറയുന്ന താഴ്വാരം വാദി. ആ വാദി അൽ ഖനാത്ത് മുതൽ അൽ ജുറൂഫ് വരെയുള്ള സ്ഥലം, ജുറൂഫ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ് കോംപ്ലക്സ് ഉണ്ടല്ലോ, ആ ഭാഗത്തേക്കാണ് ജുറൂഫ്. വാദി അൽ ഖനാത്ത് മുതൽ ജുറൂഫ് വരെയുള്ള സ്ഥലത്തേക്ക് പണ്ട് യസ്രിബ് എന്ന് പറയുക. യസ്രിബ് ഇന്നത്തെ മദീന മുഴുവൻ ഉള്ള സ്ഥലത്തിന് പറയുന്ന പേരായിരുന്നില്ല എന്നൊക്കെ ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ, എന്നോട് ഹിജറ പറയാൻ പറഞ്ഞ സ്ഥലം അതിന് ആളുകൾ യസ്രിബ് എന്നാണ് പറയുന്നത്. വഹി അൽ മദീന, അതിന് എന്താണ്, അത് മദീനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പേര് മാറ്റി മദീന എന്ന് പേരിട്ട്. എന്തായാലും ഞാൻ പറഞ്ഞത് ഈ സെർബിൽ നിന്നാണ് ഇതൊക്കെ വിൽപ്പനാകുന്നത്. തസ്രീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവ്, കുറ്റപ്പെടുത്തൽ, തക്രിയ, ആക്ഷേപിക്കൽ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ലാ തസ്രീബ്. ലാ തസ്രീബ് എന്ന് പറഞ്ഞാൽ എന്താ? യാതൊരാക്ഷേപവുമില്ല, യാതൊരാക്ഷേപവുമില്ല. ഇത് പ്രയോഗിക്കുമ്പോൾ ഇപ്പം കല്ല ലാ വസർ, ലാ വസർ എന്നല്ലേ, അതേപോലെയാണ് ഇത് പ്രയോഗിക്കുക. ലാ തസ്രീബ് പ്രയോഗിക്കുക. പക്ഷെ ഇവിടെ ലാ തസ്രീബ എന്ന് പറഞ്ഞ് നിർത്താതെ എന്ത് പറഞ്ഞു? അലൈക്കും എന്ന് പറഞ്ഞു. ലാ തസ്രീബ അലൈക്കും. അതെന്തിനാ പറഞ്ഞത്? ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവരുടെ നേരെ പറയാൻ ലാ തസ്രീബ്. ലാ തസ്രീബ് എന്ന് പറഞ്ഞത് യാതൊരു ആക്ഷേപവുമില്ല. ഒരു കൊട്ടാരത്തിൽ വെച്ചിട്ട് അങ്ങനെ ഒരു വിളിയാളം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പം തങ്ങൾ ഉദ്ദേശിച്ചാണെന്നുള്ള ഒരു ഉൾക്കൊണ്ടോളുന്നില്ല. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ലാ തസ്രീബ അലൈക്കും, നിങ്ങൾക്ക് നേരെ എന്തില്ല, യാതൊരു ആക്ഷേപവുമില്ല, ഒരു കുറ്റപ്പെടുത്തലും ഇല്ല എന്ന് അദ്ദേഹം പ്രതികരിക്കണം. ലാ തസ്രീബ അലൈക്കും. പിന്നെന്താ? അൽ യൗം. ഈ അല്യവും എന്നുള്ളത് മുമ്പത്തേതുമായി ബന്ധപ്പെടുന്നോ അതല്ല പിന്നിലത്തേതുമായി ബന്ധപ്പെടുന്നോ? ലാ തസ്രീബ അലൈക്കും ഉല്യവും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്നേ ദിവസം, ഇന്നേ ദിവസം എന്ന് പറഞ്ഞാൽ ഈ സമയം എന്ന ഉദ്ദേശമാണ്. ദിവസം എന്നതിനേക്കാൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നേരെ ലാ തസ്രീബ്, യാതൊരു ആക്ഷേപവും ഇല്ല, കുറ്റപ്പെടുത്തലും ഇല്ല എന്ന് പറയണം. ആക്ഷേപവും കുറ്റപ്പെടുത്തലും ഇല്ലെങ്കിൽ പിന്നെ ശിക്ഷാവിധി എന്തായാലും ഇല്ല. ആക്ഷേപിക്കൽ പോലും ഇല്ല എന്നാണ്. അപ്പം പിന്നെ ശിക്ഷയോ ശിക്ഷാവിധിയോ അതൊന്നും തീരല്ല എന്നർത്ഥം. അപ്പോൾ ലാ തസ്രീബ അലൈക്കും ഉല്യവും, ഈ സമയം നിങ്ങൾക്ക് നേരെ യാതൊരു തസ്രീബുമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? കുറ്റപ്പെടുത്തുകയാണ് എങ്കിൽ, ആക്ഷേപിക്കുകയാണെങ്കിൽ ആ ആക്ഷേപം ചൊരിയേണ്ട ദിവസം ഏതാ, സമയം ഏതാ? ഈ സമയമാണ്. ഇന്ന് ആക്ഷേപിക്കലിൻ്റെ സമയമാണ്. കാരണം നിങ്ങളെ കൈപ്പിടിയിൽ കിട്ടി, നിങ്ങൾ കുറ്റം സമ്മതിച്ചു, നിങ്ങൾ പീഡിപ്പിച്ച ശിക്ഷിച്ച ആൾ ഞാനാണ് എന്നുള്ളത് നിങ്ങൾ അഗ്രി ചെയ്തു അല്ലേ? ചെയ്തു. നീ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ആക്ഷേപിക്കുകയാണെങ്കിൽ എപ്പോഴാണ് കുറ്റപ്പെടുത്തേണ്ടത്, ആക്ഷേപിക്കേണ്ടത്? അതിൻ്റെ സമയം ഇതാണ്. ലാ തസ്രീബ അലൈക്കും ഉല്യവും. ആക്ഷേപിക്കേണ്ട, കുറ്റപ്പെടുത്തേണ്ട സമയം ഇതാണ്. എന്നിട്ടും ലാ തസ്രീബ അലൈക്കും, നിങ്ങൾക്ക് നേരെ എന്തില്ല, യാതൊരു കുറ്റാരോപണമോ ആക്ഷേപിക്കലോ ഇല്ല എന്ന്
പിന്നെ അദ്ദേഹം പറയാണ് നോക്കണം. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് തമസ്കരിക്കുന്നത്? തൻ്റെ കാൽക്കീയിൽ ഒതുക്കുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്വാർത്ഥത, അല്ലെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കണക്ക് ചോദിക്കാനുള്ള വിഷയങ്ങൾ. ഉപ്പയിൽ നിന്ന് അകറ്റി, സഹോദരനിൽ നിന്ന് അകറ്റി, ഉമ്മയിൽ നിന്ന് അകറ്റി. ഉമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നേരിട്ടുള്ള ഉമ്മ റാഹേൽ മരണപ്പെട്ടിട്ടുണ്ട്. ബിനിയാമീന് ജന്മം നൽകിയപ്പോൾ പ്രസവത്തിൽ മരിച്ചിട്ടുണ്ട് റാഹേൽ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്നാലും ലിയ വളർത്തുമ്മ ഉണ്ടല്ലോ, അപ്പോൾ ആ ലിയയിൽ നിന്ന് അകറ്റി. പിന്നെ കിണറ്റ് കൊണ്ടുപോയിട്ട് ആ കിണർ എങ്ങനെയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആ കിണറ്റിൽ നിന്നാണ് അടിമയായിട്ട് പിടിക്കപ്പെടുന്നത്, ബന്ദിയായി പിടിക്കപ്പെടുന്നത്, അല്ല ഒരു അടിമയായിട്ട് പിടിക്കപ്പെടുന്നത്. എന്നിട്ട് പിന്നെ ചന്തയിൽ കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ അടിമയായിട്ടാണ് വിൽക്കുന്നത് മിസറിൽ. പിന്നെ അവിടെ നിന്നാണ് കൊട്ടാരത്തിലേക്ക് എടുക്കപ്പെടുന്നത്. കൊട്ടാരത്തിലുണ്ടായ പരീക്ഷണങ്ങൾ. പിന്നെ അവിടെ നിന്നാണ് ജയിലിലേക്ക്. ജയിലിൽ അഴികൾ എണ്ണിയത് നിരപരാധിയായിട്ട് എത്ര വർഷങ്ങൾ. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ലാ തസ്രീബ അലൈക്കുമുല്യവും, ഇന്ന് അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് നേരെ ഒരു ആക്ഷേപവുമില്ല എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മാപ്പ് നൽകുന്നത്. അദ്ദേഹം ആ പ്രഖ്യാപനം നടത്തുമ്പോൾ അദ്ദേഹത്തിനെ പിന്നെ ബാധിച്ച കണക്ക്, അദ്ദേഹം കണക്ക് ചോദിക്കേണ്ട എത്ര കാര്യങ്ങളാണ് അദ്ദേഹം പൊരുത്തപ്പെടുന്നത് അവിടെ മാപ്പാക്കുന്നത്. അതവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ലാ തസ്രീബ അലൈക്കുമുല്യവും, ഈ സമയം നിങ്ങളെ പിടികൂടേണ്ട സമയമാണ്, നിങ്ങളെ ആക്ഷേപിക്കേണ്ട സമയമാണ്. പക്ഷേ ആക്ഷേപിക്കുന്നില്ല, യാതൊരുവിധ കുറ്റാരോപണമോ ആക്ഷേപമോ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വേണം. വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞതിൽ അല്യവും എന്ന് പറഞ്ഞെങ്കിൽ ഇതിനോടാണ് ബന്ധം. അല്യവും യഗ്ഫിറുല്ലാഹു ലക്കും. എന്താ യഗ്ഫിറുല്ലാഹു ലക്കും എന്നാണ് എന്താ? അദ്ദേഹം മാപ്പ് കൊടുത്തെന്ന് മാത്രമല്ല, പിന്നെയോ അദ്ദേഹം യഗ്ഫിറുല്ലാഹു ലക്കും, ഇത് പ്രസ്താവനയാണെങ്കിൽ ഇത് പ്രാർത്ഥനയാണ്. യഗ്ഫിറുല്ലാ, അള്ളാഹു പുറത്തു തരട്ടെ, ലക്കും നിങ്ങൾക്ക്. യഗ്ഫിറുല്ലാഹു ലക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്നൊരു പ്രസ്താവനയാണ്. പക്ഷെ ആ പ്രസ്താവന ദുആയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അപ്പോൾ അവിടെ അദ്ദേഹം മാപ്പ് നാക്കിയെന്നല്ല, പിന്നെയോ അള്ളാഹുവിൻ്റെ മാപ്പ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അത് വേണമല്ലോ. നമ്മൾ പിന്നെ അടിയാറുകളോട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, മൻ കാന ലഹു മദ്ലമത്തുൻ ലി അഖീഹി ഫല്യതഹല്ലൽ ഹു മിൻഹു ലിയൗം. അന്ത്യനാൾ വരുന്നതിൻ്റെ മുമ്പ് എന്ത് വേണം? ആരോടെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യണം? മാപ്പ് വയ്ക്കണം. ആ കുറ്റത്തിൽ നിന്ന് ഞാൻ ഒഴിവാകണം. ഒരാൾക്ക് നേരെ നമ്മൾ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ, അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ത്യനാൾ വരുന്നതിന് മുമ്പ് അയാളോട് എന്ത് ചെയ്യണം? മാപ്പ് ചോദിച്ചിട്ട് നമ്മൾ തടി സലാമത്താക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ കഴിഞ്ഞ്. പക്ഷേ അദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം യഗ്ഫിറുല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരികയും ചെയ്യട്ടെ എന്ന് എന്ത് ചെയ്യാണ്? അദ്ദേഹം ദുആ ചെയ്യാണ്. ചിലർ മാപ്പാക്കും, പക്ഷേ മാപ്പിന് വേണ്ടി തേടുക എന്നുള്ളത് ഉണ്ടാവില്ല. അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെയല്ല. ഇത് മാപ്പാക്കുകയും പിന്നെ മാപ്പ് അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി തേടുകയും ചെയ്യാം. അതന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു വിശാല മനസ്കഥ. നമുക്ക് അചിന്തിയാണ് സാധാരണ മനുഷ്യന്മാരുടെ കളവിൽ അങ്ങനെ ഒരു വിഷയം. കാരണം ഇങ്ങനത്തെ അക്രമങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ആ ഘോഷയാത്രകൾക്ക് ഇപ്പുറം ഒരാൾ അശക്തനായി പ്രതികാരം ചെയ്യാൻ കഴിയാതെയാണ് എങ്കിൽ അല്ലേ? ഇതങ്ങനെയല്ല. ഇത് അദ്ദേഹം കെൽപ്പുറ്റ കഴിവുറ്റ ഒരു ഭരണാധികാരിയായി പിന്നെ തന്നെ ഏത് കൈകളാണോ പിതാവിൽ നടർത്തി കിണറ്റിലേക്ക് എറിഞ്ഞത് ആ കൈകൾ തൻ്റെ നേരെ നീട്ടിയിട്ട് തസദ്ദഖ അലൈന എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ആ ഒരു അവരുടെ പതിതാവസ്ഥയിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഴിവിൻ്റെ അവസ്ഥയിൽ അദ്ദേഹം എന്ത് ചെയ്യണം? മാപ്പ് കൊടുക്കണം. ഇവിടെ അല്യവും യഗ്ഫിറുല്ലാഹു ലക്കും, അങ്ങനെ ചിലർ ഈ അല്യവുമിന് ഇങ്ങോട്ട് ചേർത്തിട്ട് ഓതിയിട്ടുണ്ട്. ഇതിപ്പോൾ ഹഫ്സിൻ്റെ ഖിറാഅത്തിൽ ഇവിടെ ഈ മുസാഫിൽ നമ്മൾ പിന്നെ ഉണ്ടല്ല, ഇവിടെ എന്താ സ്വല എന്ന് എഴുതിക്കണേ? എന്താ ഇതിൻ്റെ അർത്ഥം? സ്വല എന്താ? അൽ വസ്ല ഔല എന്നാണ്. അൽ വസ്ല ഔല എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതൽ ഉത്തമം എന്നാണ്. അപ്പോൾ
ലാ തസ്രീബ അലൈക്കുമുൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും. അതെന്താ കാരണം? അൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും ഇത് ഇതിലേക്ക് ചേർത്തിട്ട് ഓതിയിട്ടുണ്ട്. അല്യവും ഇന്നേ ദിവസം യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്നാണ്. ഇങ്ങനെ ചേർത്ത് ഓതുമ്പോൾ ഇന്നേ ദിവസം അല്ലെങ്കിൽ ഈ സമയം, അല്യവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാദൽ വഖ്ത് എന്നുള്ള അർത്ഥത്തിലാട്ടോ, ഈ സമയം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഈ അല്യവുമിന് ഇങ്ങോട്ട് ചേർത്ത് അർത്ഥം പറയുമ്പോൾ അതെന്തുകൊണ്ട് ഇവർ കുറ്റം സമ്മതിച്ച ദിവസമാണ്. ഇൻ കുന്നാ ലഖാതീൻ എന്ന് പറഞ്ഞേ, ഞങ്ങൾ തീർച്ചയായും തെറ്റുകാരായിരുന്നു, ഞങ്ങൾ തെറ്റുകാരാകുന്നു എന്നവർ കുറ്റം സമ്മതിച്ച് തൗബ ചെയ്ത ടൈമാണ്. അതുകൊണ്ട് തന്നെ അൽയൗമ യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരട്ടെ, കാരണം നിങ്ങൾ തൗബ ചെയ്ത ദിവസമാണ്, തൗബ ചെയ്ത സമയമാണ്. അതാണ് ഈ പണ്ഡിതന്മാർ പറഞ്ഞത്. അതായത് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ലാ തസ്രീബ അലൈക്കുമുൽ യൗം, അല്യവും ഈ സമയം നിങ്ങൾക്ക് നേരെ യാതൊരു ആക്ഷേപവുമില്ല എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അവിടെ അല്യം എന്ന് പറയാൻ കാരണം ഇന്നാണ് നിങ്ങളെ കുറ്റപ്പെടുത്തേണ്ട, നിങ്ങൾക്ക് നേരെ കുറ്റാരോപണം നടത്തേണ്ട സമയം, പക്ഷേ ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ചിലർ പറഞ്ഞില്ല, ഇവർ തൗബ ചെയ്തു, പശ്ചാത്തപിച്ചു, അതുകൊണ്ട് തന്നെ അള്ളാഹു പൊറുക്കേണ്ട സമയം ഇതാണ്. അതുകൊണ്ട് അല്യവും യഗ്ഫിറുല്ലാഹു ലക്കും, നിങ്ങൾ തൗബ ചെയ്തു, പശ്ചാത്തപിച്ചു, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ ഈ സമയം എന്നർത്ഥം പറഞ്ഞു. രണ്ടായാലും ശരിയാണ്, അൽഹംദുലില്ലാ. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ റഹ്മത്ത്, ആ കാരുണ്യ മനസ്ഥിതി, അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രയോഗത്തിലൂടെ. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നമ്മൾ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന് കണക്ക് ചോദിക്കാണ്ട് അതൊക്കെയും മാപ്പാക്കിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അവരോടൊരു പരാതിയില്ല എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹു എന്നോട് തേടാണ്, പൊറുക്കലിനെ തരട്ടെ എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആ വിശാലമായ കാരുണ്യത്തെയാണ് അറിയിക്കുന്നത്, സഹോദരങ്ങളോടുള്ള ആ കാരുണ്യത്തെയാണ് അറിയിക്കുന്നത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കനിയുന്ന ഈ കാരുണ്യം, അത് ആര് നൽകിയ കാരുണ്യം? അതാരുടെ കാരുണ്യത്തിൻ്റെ ഒരു ഭാഗം? എത്ര വലിയൊരു കാരുണ്യമായിട്ടാണ് നമ്മളിതിനെ വായിക്കുന്നത്. യൂസുഫിൽ ഏറ്റവും വലിയ കാരുണ്യമായിട്ടാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നോക്കി നിങ്ങൾ എന്താ പറയുന്നത്? വഹുവ അർഹമുർ റാഹിമീൻ. ആരാ വഹുവ? അല്ലാഹ്. വഹുവ അർഹമുർ റാഹിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹിമീങ്ങളിൽ അർഹമാണ്, ഏറ്റവും റഹ്മത്തുള്ളവനാണ്. അപ്പോൾ ഒരിക്കലും ആളുകൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ പ്രകൃതം വായിച്ചിട്ടോ വലിയ അർഹമുർ റാഹിമീൻ എന്ന് യൂസുഫിനെ വിധിക്കാൻ അതിന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവസരം നൽകുന്നില്ല. അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അല്ലാഹു അർഹമുർ റാഹിമീനാണ് എന്ന്. ഒപ്പം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിശാലമായ കാരുണ്യം ഇവിടെ കാണിച്ചു. അതും ഏത് കാരുണ്യത്തിൽപ്പെട്ട? അള്ളാഹ്ക്ക് 100 റഹ്മത്തുണ്ട്. അള്ളാഹ്ക്ക് 100 റഹ്മത്തുണ്ട്. ആ 100 റഹ്മത്തിൽ ഒരു റഹ്മത്തെ അള്ളാഹു ഭൂമിയിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു അളവാണ്, അല്ലെങ്കിൽ ഒരു ചിരി ഭാഗമാണ് ആര് കാണിച്ച റഹ്മത്ത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ച റഹ്മത്ത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ റഹ്മത്ത് എത്രയാണ്? വഹുവ അർഹമുർ റാഹിമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമുർ റാഹിമീനാകുന്നു എന്ന് അതാണ് അദ്ദേഹം അനുബന്ധമായിട്ട് പറഞ്ഞത്. നബിമാരൊക്കെ എങ്ങനെയാണ്? നബിമാർക്ക് എന്തുണ്ടോ അത് അവരുടെ മഹത്വവും അവരുടെ പ്രൗഢിയൊക്കെ അറിയിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നബിമാർ ഒരിക്കലും തങ്ങൾക്ക് അവകാശപ്പെടുന്നില്ല. ആളുകൾ നബിമാർക്ക് വകവെക്കാൻ വേണ്ടിയിട്ട് അവരെ വിടണമില്ല. പിന്നെയോ അതൊക്കെ അവരിലേക്ക് ചേർക്കുന്നത് അത് ആരാണ് നൽകിയത്? അള്ളാഹുവിലേക്കാണ്. ഇന്നതാണ് പ്രശ്നം. ഇന്ന് ചില മഹത്തുക്കൾക്ക് ചില ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അത് ആ മഹത്തുക്കളുടേതായിട്ടാണ് എന്ത് ചെയ്യണത്? ചിത്രീകരിക്കണത്, അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മഹത്തുക്കളിൽ ആളുകൾ ആശ്രിതരാകുന്നു, അത് നൽകി അള്ളാഹിനെ ആളുകൾ വിസ്മരിക്കുന്നു എന്ന് ഉള്ള ഒരു അവസ്ഥ വരുന്നത്. ഈ ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ എന്ന പ്രയോഗം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ പ്രയോഗിച്ചതാണ്. മക്കം ഫതഹിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ പിന്നെ പല സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഓതിയിട്ടുണ്ട്. അതിലൊന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തേക്ക് വന്നു. പിന്നെ മക്കയിൽ കാബയും പരിസരവും ഒന്ന് ശുദ്ധീകരിച്ചു. കാബങ്ങൾ ഈ വിഗ്രഹങ്ങളെയൊക്കെ നീക്കി ശുദ്ധീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്തു. പിന്നെ കാബത്തിനകത്ത് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് ഇമാം ഇബ്നു മർദവൈ
ഇമാമെന്ന് പറയാൻ പറ്റുമോ, ചരിത്രകാരൻ ഇബ്നു മർദവൈഹി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കഅബത്തിൻ്റെ 2 വാതിലിലും ഇങ്ങനെ നിസ്ലാസന്മാത്തങ്ങൾ വാതിൽപ്പടിയിൽ ഇങ്ങനെ കൈവച്ച്, വാതിൽ തുറന്നിരിക്കുന്ന കഅബയുടെ വാതിൽ കട്ടിലിൽ ഇങ്ങനെ കൈവച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ അഭിസംബോധന ചെയ്യാണ്. അപ്പോൾ മക്കത്തെ മുശ്രിക്കുകളൊക്കെ ഒന്നായിട്ട് അവരൊക്കെ നമ്രശിരസ്കരായിട്ട് നിൽക്കുകയാണ്. അവർ തങ്ങളെ എന്ത് ചെയ്യും എന്നുള്ള വേവലാതിയിൽ വേപത കൊണ്ട് നിൽക്കുകയാണ്. കാരണം എന്താ, ഇവർ ഇന്നലെ വരെ ഈ സമയം വരെ റസൂലുള്ളാഹിൻ്റെ ശത്രുക്കളാണ്. ഈ സമയം വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കം ഫത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ 3 വഴികളിലൂടെയാണ് വരുന്നത്. ഈ 10,000 പേരെ റസൂലുള്ള 3 വഴിയാക്കിയിട്ടാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സ്വന്തം വീട്ടിൽ കതകടച്ചിരിക്കുന്നവൻ നിർഭയനാണ്, അവനോട് ഒരു പ്രശ്നമല്ല. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവർ നിർഭയരാണ്, അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിച്ചവർ നിർഭയരാണ്, ആയുധം നിലത്തിരിക്കുന്നവർ നിർഭയരാണെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടു. ചിലരെന്ത് ചെയ്തിട്ടുണ്ട്, അവിടെയും കൊമ്പോർക്കാൻ വന്നിട്ടുണ്ട്, യുദ്ധത്തിന് വന്നിട്ടുണ്ട്. അപ്പോഴും അവരുടെ ശത്രുത അടങ്ങിയിട്ടില്ല. പക്ഷെ എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. ചിലരൊക്കെ പേടിച്ച് ഓടി, ബാക്കിയുള്ളവരൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അവർ എന്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിൽ വിധിക്കുമെന്ന പേടിയിലാണ് നിൽക്കുന്നത്. പിന്നെ അവരുടെയൊക്കെ ഇന്നലകളുടെ ചെയ്തികൾ, മാനസികമായി ശാരീരികമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മുസ്ലിമീങ്ങളെയൊക്കെ അവർ ചെയ്ത ആക്രമണങ്ങൾ, ഇതൊക്കെ അവരിങ്ങനെ കണക്ക് കൂട്ടിയിട്ട് എന്തായിരിക്കും ശിക്ഷാവിധി എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കഅബയുടെ ഇത് വാതിൽപ്പടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നത്, മാ തദുന്നൂൻ അന്നീ ഫാഇലും ബിക്കും, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്, ധരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഖൈറൻ, ഞങ്ങൾ നന്മ പ്രതീക്ഷിക്കുന്നു. അഖുൻ കരീം വബ്നു അഖിൻ കരീം, താങ്കൾ ഒരു മാന്യനായ സഹോദരനാണ്, ഞങ്ങളുടെ മാന്യനായ ഒരു സഹോദരൻ്റെ മകനുമാണ്, അതുകൊണ്ട് ഞങ്ങൾ നന്മ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരോട് ഓതിയതാണിത്. മക്കം ഫതഹിൻ്റെ ആ വേദിയിൽ ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീം. അതോടുകൂടിയാണ് അവരുടെ ശ്വാസം അടങ്ങിയത്. അവരിൽ സമാധാനം അല്ലെങ്കിൽ അവരുടെ ഒരു ആശ്വാസം പരന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഓതിയപ്പോഴാണ്. മനസ്സിലായോ? അത് ആ ചരിത്രത്തിൽ ഒരു തുല്യതയില്ലാത്ത മാപ്പിൻ്റെ ഒരു ചരിത്രമാണ്. പിന്നെ മറ്റൊരു സംഭവം ഉമർ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്നതാണ്. മക്ക ഫതഹായി ആ അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ആളുകളെ വിളിക്കുന്നുണ്ട്. 3 ആളുകളെ. അതൊന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യ അൽ ജമഹി, മറ്റൊന്ന് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ലമവി, മുആവിയ റളിയല്ലാഹു ഉപ്പ അബൂ സുഫിയാൻ. ഇന്നലെ പറഞ്ഞ അബൂ സുഫിയാൻ അല്ല, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അബൂ സുഫിയാൻ അല്ല, ഇത് അബൂ സുഫിയാൻ അൽ ലമവി, മറ്റേത് ഹാഷിമി. പിന്നെ അൽ ഹാരിസ് ഇബ്നു ഹിഷാം, ഹാരിസ് ഇബ്നു ഹിഷാം ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി, ഇവരെ 3 ആളെയും വിളിക്കാം. അപ്പോൾ ഈ 3 ആൾ എന്ന് പറഞ്ഞാൽ സഫ്വാൻ ഇബ്നു ഉമയ്യ ഇപ്പോഴും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പണ്ടത്തെ അതേ ശത്രുത. ഈ സഫ്വാൻ ഇബ്നു ഉമയ്യൻ്റെ വാപ്പയാണ് ഉമയ്യ ഇബ്നു ഖലഫ്. ഉമയ്യ ഇബ്നു ഖലഫിനെയാണ് ബിലാൽ ബദറിൽ ലാ നജൗതു ഇൻ നജ എന്ന് പറഞ്ഞത് ചെയ്യണത്. കാരണം ഉമയ്യ ഇബ്നു ഖലഫ് അൽ ജമഹി, അതേപോലെ ഉബൈ ഇബ്നു ഖലഫ് അൽ ജമഹി. ഉബൈനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയുധപ്രയോഗം കൊണ്ട്, പിന്നെ റസൂലുള്ളാഹി നേരിട്ട് വന്നിട്ടില്ല, പക്ഷേ ആയുധപ്രയോഗം ഏറ്റിട്ട് ഉഹുദിൽ പോയി തീർന്ന ഈ ഉബൈ ഇബ്നു ഖലഫ്, ഇത് ഈ സഫ്വാൻ്റെ പിതൃ സഹോദരനാണ്. സഫ്വാൻ്റെ ഉപ്പയാണ് ഉമയ്യ ഇബ്നു ഖലഫ് അൽ ജമഹി. ഇസ്ലാമിൻ്റെ വലിയ ശത്രുക്കളായിരുന്നു. വാപ്പാൻ്റെ അതേമാതിരി തന്നെയായിരുന്നു ഈ സഫ്വാന്. ഏതായാലും ഈ നിസ്ലാസ്ലമ തങ്ങൾ ഈ വിളിക്കുമ്പോഴും സഫ്വാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മക്കം ഫതഹിൻ്റെ വേദിയിൽ ഈ ഹാരിസ് ഇബ്നു ഹിഷാമും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇവരെ 3 ആളെയും വിളിക്കുക. ഇവരെ 3 ആളെയും വിളിക്കുമ്പോൾ ഉമർ പറയാണ്, ഈ 3 ആളുകളും ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം എണ്ണി പറയും അവരോട്. എണ്ണി ഞാൻ കണക്ക് ചോദിക്കുമെന്ന് അറിയണം ഉമർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേൾക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മസലി വ മസലുക്കും കമസലി യൂസുഫ്, മസലി വ മസലുക്കും കമാ ഖാല യൂസുഫ് ലി ഇഖ്വതിഹി എന്നാണ്. എൻ്റെയും നിങ്ങളുടെയും ഉദാഹരണം ഉമറിനോട് പറയാണ്. എന്താ? കമാ ഖാല യൂസുഫ് ലി ഇഖ്വതിഹി, യൂസുഫ് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഇവർ മൂന്നാളും വരികയാണ്. അപ്പോൾ റസൂൽ പറയാണ് ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീം. കാരണം ഉമർ പറയുന്നത് അവർ കേൾക്കുകയാണ് ഈ മൂന്നാൾ വരുമ്പോൾ. ഇന്നലകളുടേത് മുഴുവൻ ഞാൻ കണക്കെണ്ണി ചോദിക്കുന്നാണ് പറയണത് ഉമർ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ ആരാ? പിന്നെ സഫ്വാൻ ബിൻ ഉമയ്യ, അതൊക്കെ ചില്ലറക്കാരല്ല മക്കയിൽ. പിന്നെ അൽ ഹാരിസ് ബിൻ ഹിഷാം. ആരാ അൽ ഹാരിസ് ബിൻ ഹിഷാം? ഹാരിസ് ഇബ്നു ഹിഷാം ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി, അബൂജഹലിൻ്റെ സഹോദരൻ. അബൂജഹലിൻ്റെ നേരെ സഹോദരനാണ് അൽ ഹാരിസ് ബിൻ ഹിഷാം അൽ മുഗീറ. അവരൊക്കെ ഭയങ്കര ശത്രുതയിലായിരുന്നു. അബൂജഹലിനോടൊപ്പം തന്നെയായിരുന്നു ഹാരിസ് ബിൻ ഹിഷാം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഹാരിസ് ബിൻ ഹിഷാം മക്കം ഫത്തയിൽ ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ ഗംഭീരമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫത്തായിട്ട് പിന്നെ ഹുനൈനിൽ വെച്ച് യുദ്ധാർജ്ജ സ്വത്ത് വന്നപ്പോൾ 100 ഒട്ടകങ്ങളെ നൽകി ഈ ഹാരിസ് ബിൻ ഹിഷാം. കാരണം അത്ര വലിയ ഒരു നേതാവായിരുന്നു മക്കയിലായ. ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ പിന്നെ ജിഹാദിന് പോവുകയാണ് മക്കയിൽ നിന്ന്. പക്ഷേ മക്കാർ അദ്ദേഹത്തെ വിടുന്നില്ല. കാരണം അത്ര സ്വീകാര്യനായിരുന്നു മക്കത്ത്. അദ്ദേഹങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട നേതാവായിരുന്നു ഈ അബൂജഹലിൻ്റെ സഹോദരൻ ഹാരിസ് ബിൻ ഹിഷാമിന്. അവർ വിടുന്നില്ല. പക്ഷെ അദ്ദേഹം പറയാണ്, നിങ്ങളെ വെറുത്തിട്ടോ ഈ നാടിനെ വെറുത്തിട്ടോ അല്ല പോകുന്നത്. പിന്നെയോ ഇന്നലകളിൽ ഈ ഇസ്ലാം വന്നപ്പോൾ അതിലേക്ക് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്നോ ആളുകൾ മുൻകടന്നില്ല. പിന്നെയോ മറ്റു പലരും മുൻകടന്നു. ഇന്ന് മക്കയിലെ മലകളോളം സ്വർണം അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അവർ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച ഒരു ദിനത്തിന് തുല്യമാകില്ല. അതുകൊണ്ട് തന്നെ ആഖിറത്തിൽ അവരോടൊരു പങ്ക് ചേരാൻ പോയേ മതിയാകൂ എന്ന് പറഞ്ഞാണ് അവർ ജിഹാദിന് പോണത്. ഹാരിസ് ബിൻ ഹിഷാം അദ്ദേഹം ഷാമിൽ വെച്ചിട്ട് പിന്നെ ഷഹീദായി റളിയല്ലാഹു തആല അൻഹു. ഏതായാലും ഈ ഹാരിസ് ബിൻ ഹിഷാം ഉണ്ടോ, അതേപോലെ അബൂ സുഫിയാൻ ബിൻ ഹർബ് അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു. പിന്നെ സഫ്വാൻ ബിൻ ഉമയ്യ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് മക്കം ഫത്തഹിനല്ല. മക്കം ഫത്തഹ് കഴിഞ്ഞ് പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈനിൽ പോയി, അതേപോലെ തന്നെ തായിഫിൽ പോയി. പിന്നെ ഹുനൈനിലെ യുദ്ധാർജിത സ്വത്തുക്കൾ ഊരി വെക്കുമ്പോഴാണ് അദ്ദേഹം ചെയ്യുന്നത് ഇസ്ലാം സ്വീകരിക്കുന്നത്. വലിയ ചരിത്രമാണ്. ഏതായാലും ഈ 3 ആളുകൾ വന്നപ്പോൾ ഉമർ അവർ കേൾക്കുക. ഉമർ പറയാണ്, ഇന്നലകളുടേത് കണക്ക് എണ്ണി ചോദിക്കും. ആ വേദിയിൽ വെച്ച് അങ്ങനെ കണക്ക് എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർ ദ്രോഹിച്ചത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഉമറിനോട്, മസലി വ മസലുക്കും കമാ ഖാല യൂസുഫ് ലി ഇഖ്വതിഹി എന്ന് പറഞ്ഞിട്ട് റസൂൽ ഈ ആയത്ത് ഓതിയതാണ്. ലാ തസ്രീബ അലൈക്കുമുൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഉമർ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ഈ ആയത്ത് ഓതിയപ്പോൾ ഞാൻ ലജ്ജിച്ചിൻ്റെ തല താഴ്ത്തി ഞാൻ ഒന്നുമല്ലാതായിപ്പോയി എന്നാണ് ഉമർ റളിയല്ലാഹു തആല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര വിശാലമായ മനസ്ഥിതിയിൽ ആ മഹത്തുക്കളെയൊക്കെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു മാപ്പിൽ അവർക്ക് ഇസ്ലാമിൻ്റെ വലിയ ശക്തികളായി മാറി എന്നുള്ളതാണ്. ലാ തസ്രീബ അലൈക്കുമുൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഇനി ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബി യഅതി ബസീറ വഅ്തൂനി ബിഅഹ്ലികും അജ്മഈൻ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഇവരെന്ത് ചെയ്യാണ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇനി മാപ്പൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇനി അവരെ തിരിച്ചയക്കുകയാണ്, സഹോദരങ്ങളെ മിസ്റിൽ നിന്ന് കനാനിലേക്ക് വിടുകയാണ്. അപ്പം പറയാണ്, ഇദ്ഹബു നിങ്ങൾ പോവുക, ഇദ്ഹബു നിങ്ങൾ പോവുക, ബി ഖമീസി ഹാദ എൻ്റെ ഈ ഖമീസുമായി, ഈ ഖമീസ് കൊണ്ട്, ഖമീസ് എന്ന് പറഞ്ഞാൽ കുപ്പായം, ഖമീസി എൻ്റെ കുപ്പായം, ഹാദ ഈ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കൊരു ഖമീസ് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബു ബി ഖമീസി ഹാദ എൻ്റെ ഈ ഖമീസുമായി നിങ്ങൾ പോവുക. ഫഅൽഖൂഹു അലാ വജ്ഹി അബി, അങ്ങനെ മിസ്റിൽ നിന്ന് കനാനിലേക്ക് നിങ്ങൾ ഈ ഖമീസുമായി പോയി ഉപ്പയുമായി സന്ധിച്ച് അതാണ് ഈ ഫഉൽ ഫസീഹ. സന്ധിച്ചതിന് ശേഷം അൽഖൂഹു അലാ വജ്ഹി അബി, എന്താ അൽഖൂഹു, അൽഖാ യുൽഖി, വെക്കുക, ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വാപ്പാൻ്റെ മുഖത്തേക്കല്ലേ, അപ്പം അത് വെക്കുക എന്നുള്ളതാണ് ഒന്നും കൂടി സൂക്ഷ്മം. അൽഖൂഹു അത് നിങ്ങൾ വെക്കുക. എവിടെ? അലാ വജ്ഹി അബി എൻ്റെ പിതാവിൻ്റെ മുഖത്ത്, അലാ വജ്ഹി അബി എൻ്റെ ഉപ്പയുടെ മുഖത്ത് നിങ്ങളത് വെക്കുക. യഅതി ബസീറ, എന്താ യഅതി ബസീറ? യഅതി
അദ്ദേഹം വരട്ടെ അദ്ദേഹം വരട്ടെ ബസീറൻ എങ്ങനെ വരും? കാഴ്ചയുള്ളവനായി അദ്ദേഹം വരും, അല്ലെങ്കിൽ വരട്ടെ. വഅ്തൂനി വഅ്തൂനി വഅ്തു നിങ്ങൾ വരൂ, വഅ്തു നിങ്ങളും വരൂ, നീ എൻ്റെ അടുക്കലേക്ക്, വഅ്തൂനി നിങ്ങളും വരൂ എൻ്റെ അടുക്കലേക്ക്, ബി അഹ്ലിക്കും നിങ്ങളുടെ കുടുംബവുമായി, നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട്, അജ്മഈൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച്. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ പറഞ്ഞതുണ്ടല്ലോ, അത് തീർത്തും പേർക്കും സത്യസന്ധവും നിഷ്കളങ്കവുമായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ പ്രയോഗം. കാരണം എന്താ, തൂനി എന്നാണ്, നിങ്ങളും വരും, നിങ്ങൾ പോയിട്ട് നിങ്ങളെന്തെങ്കിലും ആയിക്കോളൂ, എൻ്റെ വാപ്പനും ഇമ്മനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചോളി എന്നല്ല പറഞ്ഞത്. ഇനിയോ ഇവിടെ എത്തി ബസീറ എന്നാണ്, എത്തി ബസീറ എന്നെന്താ, കാഴ്ചയുള്ളവനായിട്ട് അദ്ദേഹം വരും എന്നാണ്. അബി എത്തി ബസീറ. കാരണം എന്താ, കാഴ്ചയില്ലാത്ത ആൾ സാധാരണ എങ്ങനെ വരിക? വടിയുത്തിയോ? വടിയുത്തി, അല്ലെങ്കിൽ ഒരു പരസഹായത്തോടു കൂടി അല്ലേ, പരസഹായം. പക്ഷേ അതാണ് മക്കൾക്ക് പരിചയം. കാരണം വാപ്പാക്ക് കാഴ്ച പോയിട്ട് കുറേ ആയി, അപ്പോൾ പാപ്പ മക്കളുടെ സഹായത്താലാണ് വരവും പോക്കും, അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എത്തി ബസീറൻ, അദ്ദേഹം ബസീറായി തനിച്ചു വരും, അതാണ് തനിച്ചു വരട്ടെ, അതാണ് ആ പ്രയോഗം. അപ്പോൾ വാപ്പ മാത്രം വരട്ടെ എന്ന് പറയുമ്പോൾ ഇവരൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് മാപ്പ് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തൂനി നിങ്ങളും വരൂ എന്നാണ്. ബിഅഹ്ലിക്കും നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബം ഉൾപ്പെടെ, കുടുംബത്തെയും കൂടി. ചരിത്രത്തിൽ 70 പേര് അല്ലെങ്കിൽ 76 പേരായിരുന്നു യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിലെ കുടുംബ മെമ്പർമാരെന്നാണ്. പിന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും ഭാര്യമാരും പിന്നെ മക്കളും പിന്നെ ആ കുടുംബത്തിലെ മറ്റു മെമ്പർമാർ പിന്നെ അവരുടെ സേവകരായിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ ഉൾപ്പെടെയാണ് അങ്ങനെ പറയുന്നത്, ചരിത്രം പറയുന്നതാണ്. ഏതായാലും തൂനി നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരൂ, ബി അഹ്ലിക്കും അജ്മഈൻ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ഖമീസ് ഉണ്ടല്ലോ, ഖമീസ് യൂസുഫ്, എന്താ ഖമീസ് യൂസുഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യൂസുഫിൻ്റെ ഖമീസ് എന്ന് ഈ സൂറത്തിനെ ആസ്പദമാക്കിയിട്ടൊരു ഒന്നുകിലൊരു ഡ്രാമ അല്ലെങ്കിൽ ഒരു സിനിമ എന്തായാലും അത് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഖമീസ് യൂസുഫ്, കാരണം അതൊരു ഭയങ്കര വിഷയമാണ്. ഇവിടെ ഇദ്ഹബു ബി ഖമീസി ഹദ, എൻ്റെ ഈ ഖമീസുമായി നിങ്ങൾ പോകൂ എന്നാണ്. എന്നിട്ട് ഫഅൽഖൂഹു അലാ വജ്ഹി അബി, എൻ്റെ ഉപ്പയുടെ മുഖത്തേക്ക് നിങ്ങളത് വെക്കൂ എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിന്നെ വേദനയുടെ നാളുകൾ തുടങ്ങിയത് ഒരു ഖമീസിൻ്റെ വിഷയമാണ്. അതെപ്പോഴാണ്? പിന്നെ രക്തം തേച്ച ഖമീസ് കൊണ്ടുവന്നിട്ട് വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബിൻ, അവർ യൂസുഫിൻ്റെ സഹോദരങ്ങൾ യൂസുഫിനെ കിണറ്റിലേക്ക് ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഖമീസിൽ വ്യാജരക്തം പുരട്ടിയിട്ട് കൊണ്ടുവന്നു അല്ലേ. ആ ഖമീസാണ് തുടക്കം. ഏതിൻ്റെ തുടക്കം? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കരച്ചിലിൻ്റെയും മനസ്സിൻ്റെ വേദനയുടെ തുടക്കം ഖമീസാണ്. അതുകൊണ്ട് തന്നെ ഈ ഖമീസ് യൂസുഫിൻ്റെ ഖമീസ് കൊണ്ട് തന്നെയാണ് ആ വേദനയുടെയൊക്കെ ഒടുക്കവും എന്നോ. കാരണം ഇതെത്തുന്നതോട് കൂടിയിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ എന്ത് ചെയ്യാണ്? ആശ്വാസമാണ്, കാഴ്ച തിരിച്ചു കിട്ടി, മനസ്സിന് ആശ്വാസമായി ഉള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ വേദനയുടെ തുടക്കം ഖമീസ് കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ വേദനയുടെ ഒടുക്കവും ഖമീസ് കൊണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം. പിന്നെ ഈ ഖമീസ് പിന്നെ അന്ന് കൊണ്ടുവന്നതിന് തന്നെയാണ് ഇപ്പോഴും ഖമീസ് കൊണ്ടുവരുന്നത്. അന്ന് ചോര തേച്ചിട്ട് ചെന്നായ പിടിച്ചു പറഞ്ഞിട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ ഖമീസായിട്ട് വന്നില്ലേ, ആ ഖമീസായിട്ട് വന്നവൻ യഹൂദയാണെന്നാണ് പറയുന്നത്. യഹൂദ ഇബ്നു യാക്കൂബ്, അയാൾ തന്നെയാണ് ഈ ഖമീസായിട്ട് വരാനും നിശ്ചയിക്കപ്പെട്ടതെന്നാണ്. അതിൽ ചരിത്രം വായിക്കുന്നതനുസരിച്ച് പിന്നെ അദ്ദേഹം ഈ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഖമീസ് നൽകിയ മാത്രയിൽ അദ്ദേഹം നഗ്നപാതനായിട്ട് മിസ്റിൽ നിന്ന് കനാലിലേക്ക് ഓടിയെന്നാണ്. കാരണം പിന്നെ മറ്റ് മക്കളെ കാണുന്നത് പോലെയല്ല ഈ ഖമീസായിട്ട് വന്ന മകനെ കാണുന്നത്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഈ മോനെ കാണുമ്പോഴൊക്കെ യൂസുഫിന് ഓർമ്മ വരും, മറ്റുള്ളവരെ കാണുന്നത് പോലെ. കാരണം ഇദ്ദേഹം ഈ ചോര പുരട്ടിയ ഖമീസായിട്ട് വന്ന രംഗം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മറക്കാൻ കഴിയാത്ത രംഗമാണ്. കാരണം ഇത് കാണിച്ചിട്ടാണ് പറയുന്നത് അക്കലഹുദി യൂസുഫിനെ ചെന്നായത് നിരിക്കുന്നു എന്ന്. ആ ചെന്നായ നിന്നതാണ് ഈ കാണിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ആ മകനെയും ആ രംഗവും അത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ മകനെ കാണുമ്പോഴൊക്കെ യൂസുഫിനെ പോലെ ആലോചിച്ച് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കരയുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഖമീസ് കൊണ്ടുവന്ന മകന് അതിന് ഭയങ്കര മനസ്താപവും വിഷമവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്ഹബു ബി ഖമീസി ഹാദ എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങി മൂപ്പര് ചെരുപ്പൂടി ഇല്ലാതെ പാഞ്ഞു എന്നാണ്. എവിടേക്ക്? വാപ്പാൻ്റെ അടുക്കലേക്ക്, കനാലിലേക്ക് പാഞ്ഞത് എന്തിനാണ്? കാരണം തന്നെ കാണുമ്പോൾ ഉണ്ടാകുന്ന വാപ്പാക്കൾ ആ എന്താണ് പറയുക, അസ്പൃശ്യതാണോ അല്ലെങ്കിൽ ആ ഒരു വിഷമം അത് ഒന്ന് വഴിമാറാൻ, എന്നിട്ട് വാപ്പ തന്നെ കാണുമ്പോൾ ഒന്ന് ഒരു നിശ്വസിക്കാൻ ആശ്വാസത്തിൽ. അതുകൊണ്ട് തന്നെ പിന്നെ അന്ന് ഖമീസ് കൊണ്ടുവന്ന ആൾ തന്നെയാണ് ഈ ഖമീസ് ഏറ്റുവാങ്ങിയിട്ട് കനാനിലേക്ക് പാഞ്ഞത് എന്ന് ചരിത്രം. പിന്നെ മറ്റൊരു വിഷയം, ഇദ്ഹബു ബി ഖമീസി ഹാദ എന്ന് പറയുന്നത് എന്തിനാ പറഞ്ഞാൽ, ഇപ്പോൾ സഹോദരങ്ങൾ ഒരു തവണ വന്നു, ബിനിയാമീൻ പോയി. രണ്ടാമത്തെ തവണ വന്ന് കബീർ, മൂത്തോൻ പോയി അല്ലേ. അപ്പോൾ ഈ മിസ്റിനെ കുറിച്ചുള്ളൊരു ധാരണ എന്താ, ഒരു പിന്നെ അപകടത്തിൻ്റെ ധാരണയാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കെണി എന്നുള്ളതാണ്. അപ്പോൾ വാപ്പനോട് പിന്നെ പറയണല്ലോ, എത്തി ബസീറ, വാപ്പനെ കൊണ്ടുവരണം, പിന്നെ കുടുംബത്തെയും കൊണ്ടുവരണമല്ലോ. അപ്പോൾ പിന്നെ ഈ കുടുംബം ഞങ്ങളൊക്കെ പാടെ ഈജിപ്തിലേക്ക് മിസ്റിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എന്താകും, ഒരു പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേടിൻ്റെ ആവശ്യമില്ല എന്നുള്ളതിന് എന്താണ് ഒരു തെളിവാണ് ഈ ഖമീസ്. നമ്മൾ പറഞ്ഞു സൂറത്ത് യൂസുഫിൽ ഖമീസ് 3 നിലക്ക് വന്നിട്ടുണ്ട്. ഒന്നെന്താ, തുടക്കത്തിൽ ഖമീസ് ദലീലാണ്, പിന്നെ ഖമീസ് ഷാഹിദാണ്, പിന്നെ ഖമീസ് ഷിഫയാണ് അല്ലേ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? തുടക്കത്തിൽ ഖമീസ് പറഞ്ഞത് യൂസുഫിനെ ചെന്നായി പിടിച്ചു എന്നതിൻ്റെ തെളിവായിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ഖമീസ് പറഞ്ഞത് ഷാഹിദ് എന്നാണ്. എന്താ സാക്ഷി? എന്താ? യൂസുഫിൻ്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയത് എങ്കിൽ അവൾ തെറ്റുകാരിയാണ്, യൂസുഫ് സത്യമാണ് പറയുന്നത്. അതല്ല മുന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ അവൾ പറയുന്നത് സത്യമാണ്, യൂസുഫ് പറയുന്നത് തെറ്റാണ് എന്നാണ്. അവൾക്ക് കുപ്പായം നോക്കിയപ്പോൾ എവിടുന്നാണ് കീറിയത്? പിന്നിൽ നിന്നാണ് കീറിയത്. അതുകൊണ്ട് തന്നെ ഈ കുപ്പായം യൂസുഫിന് അനുകൂല സാക്ഷിയായിരുന്നു, പെണ്ണിന് പ്രതികൂല സാക്ഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ യൂസുഫിൻ്റെ ഖമീസ് ദലീലാണ്, അല്ലെങ്കിൽ ഷാഹിദാണ് രണ്ടാമത്തേത്. പിന്നെ ഈ ഖമീസ് ഇവിടെ ഇത് ഷിഫയാണ്. കാരണം എന്താ, ഇത് കൊണ്ടിട്ടപ്പോഴാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കാഴ്ച തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ഖമീസ് ഇത് ഷിഫയായിട്ടുള്ള ഖമീസാണ്. ഒപ്പം ഈ ഖമീസ് ദലീലുമാണ്. എന്തിന് ദലീലാണ്? ദലീല് അതായത് നിങ്ങളെല്ലാവരും കൂടി മിസ്റിലേക്ക് വരികയാണെങ്കിൽ മിസ്റിൽ എന്തില്ല, നിങ്ങൾ ഭയക്കുന്നൊരവസ്ഥ അല്ല, നിങ്ങൾ സുരക്ഷിതരാണ്, ഞാനിവിടെ ഉണ്ട്, ഞാൻ യൂസുഫ്, നിങ്ങളുടെ മകൻ യൂസുഫ് ഇവിടെ ഉണ്ട്, ഞാനാണ് നിങ്ങളെ വിളിക്കുന്നത് എന്നുള്ളതിനുള്ള ദലീലാണ് ഈ ഖമീസ്. അതിനാണ് ഇത് കൊടുത്തയച്ചത്. പിന്നെ മിസ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബിനിയാമീനൊക്കെ പറ്റിയതുപോലെ എന്തെങ്കിലും അപകടം പറ്റുമെന്നുള്ളൊരു പേടി വേണ്ട, ഞാൻ യൂസുഫ് ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയിക്കാനുള്ള ഖമീസായിട്ടാണ് ഇത് കൊടുത്തയച്ചത് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇത് ദലീലാണെന്ന് പറയുമ്പോൾ ഈ ഖമീസ് ഇത് ഷിഫയാണ്, ഒപ്പം ദലീലുമാണ് ഈ വിഷയത്തിൽ. ഈ ദലീൽ നൽകുന്നതിൻ്റെ ഉണ്ടല്ലോ, അതിന് കരീനത്തെന്ന് പറയാം. നമ്മളിപ്പോൾ ഒരാളെ നിയോഗിക്കുമ്പോൾ അയാൾ ഒരു വ്യാജനല്ല, അദ്ദേഹം ഒരു ഒറിജിനലാണ് എന്നുള്ളതിനുള്ള ദലീൽ, അതാണ് കരീനത്ത്, തെളിവ് അല്ലേ. അത് പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ്. ഇത് അതിൻ്റെ തെളിവും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ നിയോഗിക്കുന്നുണ്ട്. എന്തിനാണ് നിയോഗിക്കുന്നത്? അബൂബക്കർ ഉമർ ഇവരൊക്കെ ഉള്ള ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രത്യക്ഷമായി ആളുകളിൽ നിന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളത് ഒരു ഉദ്യോഗമായി. അപ്പോൾ പിന്നെ തിരയാൻ തുടങ്ങി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനാണ് തിരയുന്നവരിൽ മുന്നിലുണ്ടായിരുന്നത്. അങ്ങനെ അൻസാരികളുടെ ഒരു തോട്ടം, ആ തോട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, തോട്ടം ഇതാണ്, ആയിത്താണ്, മതിലാണ്, അതിൻ്റെ വാതിൽ നോക്കി, അതിന് പിന്നെ റഹ്മക്കല്ലാഹ് വാതിലില്ല, ഗേറ്റില്ല.
പിന്നുള്ളത് എന്താണ്, ഒരു റബിയാണ്. റബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തോട്ടത്തിലേക്ക് ഇങ്ങനെ വെള്ളം വന്നിട്ട് അത് തോട്ടത്തിലേക്ക് കയറുന്ന ഒരു ജദ്വൽ. റബി ജദ്വൽ എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം കയറുന്ന ഒരു ഹോളാണുള്ളത്, അതിലൂടെയാണ് എനിക്ക് കയറുന്നത്. അതിന് അബൂ ഹുറൈറ പറയാണ്, ഞാൻ ആ റബിയിലൂടെ എന്ത് ചെയ്തു, തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. അപ്പോൾ പിന്നെ അബൂ ഹുറൈറ എന്താ അബൂ ഹുറൈറ ചോദിച്ചു, പറഞ്ഞു റസൂൽ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്, നിങ്ങളെ കാണാതായതിൽ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ തേടി വന്നു ആളുകളോടൊപ്പം, ഞങ്ങളെ കണ്ടെത്തി എന്ന് പറയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റസൂലുള്ളാഹിൻ്റെ 2 ചെരുപ്പ് കൊടുത്തിട്ട് അബൂ ഹുറൈറക്ക് കൊടുത്ത്, 2 ചെരുപ്പും അബൂ ഹുറൈറക്ക് കൊടുത്ത്. എന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ പറഞ്ഞു, യാ അബൂ ഹുറൈറ ഇദാ ലഖീത അഹദൻ വറാഅ ഹാദൽ ഹായിത് ഫഅഖ്ബിറു. അബൂ ഹുറൈറ ഈ മതിലിനപ്പുറം നീ ആരെ കാണുന്നുവോ അവരോട് നീ പറയുക, എന്ത്, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനൻ ബിഹാ ഖൽബുഹു ഫബശ്ശിർഹു ബിൽ ജന്ന. അങ്ങനെ എന്ന ഹദീസിന് പ്രയോഗം. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആരാണോ മുസ്തൈഖിനൻ ബി ഖൽബിഹി, തൻ്റെ കൽബിൽ ഉറച്ച് ചൊല്ലുന്നത്, സാക്ഷ്യം വഹിക്കുന്നത്, യഖീനായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാണോ പറയുന്നത് അവന് ഫബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി വിടുന്നത്. ആരെ? അബൂ ഹുറൈറ. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി ഒരു മെസ്സേജ് പറഞ്ഞയക്കുകയാണ് അബൂ ഹുറൈറൻ്റെ അടുക്കലേക്ക്, ആ മദിലിനകത്തുനിന്ന്. അത് റസൂലുള്ളാഹിൻ്റെ മെസ്സേജ് തന്നെയാണ് എന്നുള്ളതിന് ദലീലാണ് എന്ത്, 2 ചെരുപ്പ് കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പാദരക്ഷ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അബൂ ഹുറൈറയെ വിടുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വന്ന് ഇതേപോലെ ഈ ആ റബിയിലൂടെ തന്നെ കടന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ മുന്നിൽ ഉമറാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ പിന്നെ അബൂ ഹുറൈറ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹായത്തിനുള്ളിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട്, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനൻ ബിഹാ ഖൽബുഹു ഫബശ്ശിർഹു ബിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമർ, അബൂ ഹുറൈറ പറയാണ്, ഫദറബ ഉമറു ബൈന സദിയയ്യ ഫസഖത്തു അല അജ്തി എന്നാണ്. ഉമർ എൻ്റെ 2 സദിയകൾക്കിടയിൽ അടിച്ചു, ഞാനങ്ങനെ മൂടും കുത്തിയാണ്ട് വീണു. മൂട് പറഞ്ഞാൽ പെൺഭാഗം കുത്തിയിട്ടാണ്ട് വീണു എന്നാണ്. അങ്ങനെ ആ അടി കിട്ടിയപ്പോൾ അബൂ ഹുറൈറ വീണ്ടും അതിലൂടെ തന്നെ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് തന്നു. ഫബക്കൈതു വഅജ്ഹസ്തു ബിൽ ബുക്ക എന്നാണ്, ഞാൻ അനിയന്ത്രിതമായിട്ട് കരഞ്ഞു എന്നാണ്. കാരണം എന്താ, ഉമർ അടിച്ചു വിഷയം. ഏതായാലും അവിടെ അത് ഒരു തുടരുന്ന വിഷയമാണ്. അവിടെ നമ്മുടെ വിഷയം എന്താണ്, വിഷയം നബി തങ്ങൾ ഈ സന്ദേശം കൊടുത്തയച്ചപ്പോൾ ഇത് നബിയിൽ നിന്നാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത്, റസൂലുള്ളാഹിൻ്റെ 2 ചെരുപ്പുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആലയെ ഏൽപ്പിച്ചിട്ട് അതുമായി നിയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് കരീനത്ത് നൽകുക, തെളിവ് നൽകുക എന്നുള്ളത്. ഒരു വ്യക്തി ഇന്നേടത്ത് നിന്ന് നിയുക്തമാണ് എന്നതിൻ്റെ തെളിവായിട്ട് അതിനുള്ള തെളിവ് നൽകുന്ന വിഷയം. അതും ഇപ്പോൾ ഈ ആയത്ത് അതിന് തെളിവാണ്. അതേപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു സംഭവം അതിന് തെളിവാണ്. എന്തിനാണ് ഉമർ അബൂ ഹുറൈറനെ ഇങ്ങനെ അടിച്ചത്? അടിച്ചല്ലോ ആളുകൾ പിന്നെന്ത് ചെയ്യും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിൽ ആശ്രിതരായിട്ട് കർമ്മങ്ങളിൽ വിമുഖരാകും. അതാണ് ഉമർ പറഞ്ഞത്, കർമ്മങ്ങളിൽ വിമുഖരാകും. റസൂലുള്ളാഹി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാന്നല്ല, പിന്നെ മൻ ഷഹിദ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനൻ ബിഹാ ഖൽബു എന്നാണ്. കൽബിൽ ദൃഢബോധമുള്ളവനായിട്ട് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ മുനാഫിഖാകൂല. അതേപോലെ തന്നെ ശിർക്ക് ചെയ്യുന്നവനാകൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധത്തോട് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ തേട്ടനുസരിച്ച് ജീവിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിച്ച് ജീവിക്കും എന്നുള്ളതാണ്. പക്ഷേ ആളുകൾ എന്ത് ചെയ്യില്ല, ചിലപ്പം അങ്ങനെ തന്നെ അത് ഉൾക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല പിന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കർമ്മങ്ങളിൽ വിമുഖരാകും, കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ജീവിക്കുന്ന ഒരവസ്ഥ വരുമെന്ന് പറഞ്ഞ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അതിൽ ആ വിഷയം വിട്ടാണ് ചെയ്തത്. തയ്യബ് അലക്കുലിന് ഇവിടെ ഇദ്ഹബു ബി ഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറ വഅതൂനി ബി അഹ്ലികും അജ്മഈൻ. ഈ ഖമീസ് യൂസുഫിൽ കുറേ വിഷയങ്ങൾ ഉണ്ട്. തഫ്സീറുകളെ പിന്നെ കുറേ കാര്യങ്ങൾ ഈ ഖമീസുമായി ബന്ധപ്പെട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി വലമ്മ ഫസലത്തിൽ ഈറു ഖാല അബൂഹും ഇന്നി ലഅജിദു റീഹ യൂസുഫ് ലൗലാ അൻ തുഫന്നിദൂൻ ഖാലു തല്ലാഹി ഇന്നക ലഫീ ളലാലിക്കൽ ഖദീം. എന്താ വലമ്മ ഫസലത്തിൽ ഈറു,
ഒയർ നമ്മൾ പറഞ്ഞാണ്. എന്താ ഒയർ? ഒയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഒട്ടകങ്ങളുടെ സംഘം, യാത്രാ സംഘം. നമുക്കതിന് ഉദ്ദേശം പറയാം. വലമ്മ ഫസലത്തിൽ ഒയർ, ഫസല എന്ന് പറഞ്ഞാൽ ഇൻഫസലത്ത്, ഇബ്താദത്ത്. ഈ യാത്രാ സംഘം അകന്നപ്പോൾ മിസ്രിൽ നിന്ന് പുറപ്പെട്ടു, കനാനിലേക്ക് വന്നു. ചിലർ പറഞ്ഞത് മിസ്രിൻ്റെ അതിർത്തി വിട്ട് കനാനിലേക്ക് ഈ യാത്രാ സംഘം എത്തിയപ്പോൾ അതാണ് വലമ്മ ഫസലത്തിൽ ഈറു. ഈർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഖമീസായിട്ട് പറഞ്ഞയച്ചില്ലേ, അതാരാ? അവർ യാത്രാ സംഘമല്ലേ, യാത്രാ സംഘം. ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ ഉൾപ്പെട്ട യാത്രാ സംഘം മിസ്രിൽ നിന്ന് കനാനിലേക്ക് പുറപ്പെട്ടപ്പോൾ അത് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് വലമ്മ ഫസലത്തിൽ ഈർ എന്നാണ്. അവർ മിസ്രിൽ നിന്ന് വിട്ട് കനാനിലേക്ക് കടന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രയോഗിച്ചത് ഫസലത്തിൽ ഈർ എന്ന് പറഞ്ഞത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് വിട്ടിട്ട് അവർ കനാനിലേക്ക് കടന്നപ്പോൾ അതാണ് വലമ്മ ഫസലത്തിൽ ഈറു. ഖാല അബൂഹും അവരുടെ പിതാവ് പറഞ്ഞു, അഥവാ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി ലഅജിദു റീഹ യൂസുഫ്. ഇന്നി ലഅജിദു റീഹ യൂസുഫ്. ഇന്നി തീർച്ചയായും ഞാൻ ലഅജിദു അവിടെ അജിദു എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്നു. ഇന്നി ലഅജിദു ഞാൻ അനുഭവിക്കുന്നു റീഹ യൂസുഫ്, യൂസുഫിൻ്റെ റീഹ്. എന്താ റീഹ്? റീഹ് സ്മെല്ല്. ഇന്നി ലഅജിദു റീഹ യൂസുഫ്, യൂസുഫിൻ്റെ സ്മെല്ല്, മണം ഞാൻ അനുഭവിക്കുന്നു. അത് തീർച്ചപ്പെടുത്തി പറയണം. ഇവരെത്തിയിട്ടില്ല അവിടെ. ഫസലത്തിൽ ഈറു, മിസ്രിൽ നിന്ന് പുറപ്പെട്ട് കനാനിലേക്ക് കടന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് കാല അബൂഹും മാപ്പ പറയുകയാണ്, ഇന്നി തീർച്ചയായും ഞാൻ ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യുന്നു റീഹ യൂസുഫ്. വജദ യജിദു അജിദാന്ന കണ്ടു എന്നർത്ഥമുണ്ട്, പക്ഷേ അനുഭവിച്ചു എന്നും അർത്ഥമുണ്ട്. അനുഭവിച്ചു. ഉഹദ് യുദ്ധത്തിൽ സഅദ് ബിൻ റബീഉം അനസ് ബിൻ നദറും, അപ്പോൾ പിന്നെ അനസ് ബിൻ നദറും സഅദ് ബിൻ റബീഉം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടപ്പോൾ അവരാണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ ധീരം പോരാടുന്നത് ശത്രുക്കൾക്കെതിരിൽ. പക്ഷേ ഈ രണ്ടുപേരും ഷഹീദാകുകയാണ്, സഅദ് ബിൻ റബീഉം അനസ് ബിൻ നദറും. അപ്പോൾ ചോദിക്കുന്നുണ്ട്, പിന്നെ ഈ വാഹല്ലി റീഹിൽ ജന്ന അജിദുഹാ ദൂന ഉഹുദിൻ യാ സഅദ് എന്ന് പറയുന്നുണ്ട് അനസ് ബിൻ നദർ. വാഹല്ലി റീഹിൽ ജന്ന, സ്വർഗത്തിൻ്റെ പരിമളം, വാഹൻ എന്ന് പറഞ്ഞിട്ട് അജിദുഹാ ദൂന ഉഹുദിൻ, ഉഹുദ് മലക്ക് ഇപ്പുറം ഞാൻ അതിനെ അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു എന്ന് പറയുന്നു. അജിദുഹ കാണുന്നു എന്നർത്ഥത്തില്ല, പിന്നെയോ അതിനെ ഞാൻ അനുഭവിക്കുന്നു എന്നർത്ഥത്തിൽ. ഖാല അബൂഹും ഇന്നി ലഅജിദു റീഹ യൂസുഫ്, യൂസുഫിൻ്റെ റീഹിനെ ഞാൻ അനുഭവിക്കുന്നു. ലൗല അൻ തുഫന്നിദ്, റീഹ് എന്ന് പറഞ്ഞെങ്കിൽ റായിഹത്ത്, മണം. ഹദീസിലില്ലേ എന്താ, പിന്നെ റീഹുഹു തയ്യിബുൻ വതഅമുഹു മുർറുൻ ലാ റീഹ ലഹു വലാ തഅം. അതേപോലെ തന്നെ തഅമുഹു ഹുൽവുൻ ലാ റീഹ ലഹു എന്നൊക്കെ പറഞ്ഞില്ലേ. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഖുർആനുമായി ബന്ധപ്പെട്ട് അല്ലദീ യഖ്റഉൽ ഖുർആന വലാ യഅമലു ബിഹി, അല്ലദീ യഖ്റഉൽ ഖുർആന വയഅമലു ബിഹി. അതിനെക്കുറിച്ച് ഒരാളെക്കുറിച്ച് പറഞ്ഞ മിസൽ ഉത്രുജ്ജ. എന്താ ഉത്രുജ്ജ? ഉത്രുജ്ജ എന്ന ഒരു തരം നാരങ്ങയാണ്, മാതള നാരങ്ങ. അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? റീഹുഹ തയ്യിബുൻ വതഅമുഹ തയ്യിബുൻ, നല്ല മണാണ് റീഹ തയ്യിബുൻ വതഅമുഹ തയ്യിബുൻ, അല്ലെങ്കിൽ ഹുൽവുൻ, നല്ല മധുരമുള്ളതാണെന്ന് പറഞ്ഞു. ഉത്രുജ്ജ. ഖുർആൻ ഓതുകയും ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്നവൻ. എന്നാൽ ഖുർആൻ ഓതുന്നു അമലെടുക്കുന്നില്ല,
ഖുർആൻ ഒന്നും അമലെടുക്കുന്നില്ല, അയാളെക്കുറിച്ച് എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? കത്തമ്രത്തി, ഈത്തപ്പഴം പോലെ. താമുഹ ഹുൽവുൻ ലാ റീഹ ലഹു, ഈത്തപ്പഴത്തിന് മണല്ല. അതേസമയം പിന്നെ മണല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈത്തപ്പഴത്തിന് മണല്ല എന്നുള്ള അർത്ഥത്തില്ല. പിന്നെ ഒരു പിന്നെ ഈ മാതള നാരങ്ങൻ്റെ ഒരു പിന്നെ വശ്യമായൊരു മണം അതിനില്ല. പക്ഷേ അതിൻ്റെ രുചി തയ്യിബുൻ. പിന്നെ പറഞ്ഞെന്താ? അല്ലദീ യഖ്റഉൽ ഖുർആന വലാ യഅമലു ബിഹി, ഖുർആൻ ഓതുന്നു അമലെടുക്കണില്ല. അതാരാ ആരെപ്പോലെ പറഞ്ഞത്? അല്ലദീ യഖ്റഉൽ ഖുർആൻ വലാ യഅമലു ബിഹി, നല്ല ഓത്ത പക്ഷേ അമലില്ല, ശ്രവണസുന്ദരായിട്ട് ഓതും. ആരെക്കുറിച്ച് പറഞ്ഞത്? റൈഹാനത്തി അല്ലേ? റൈഹാനത്ത് പറഞ്ഞാൽ എന്താ? തുളസിക്കാണ് പറയാം. അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ലഹ റീഹുൻ തയ്യിബ്, അതിന് നല്ല മണമുണ്ട്, പക്ഷേ തഅമുഹ മുറുൻ, തുളസി തിന്നാൽ കയ്പല്ലേ. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് മുനാഫിഖുൽ ഫാജിർ സല്ലല്ലാഹു അലൈഹി വസല്ലം, തമ്മാടിയായ മുനാഫിഖാണത്. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ ഖുർആൻ ഓതൂല്ല അമലുമില്ല, അതാരാ? അതും അൽ മുനാഫിഖുൽ ഫാജിറായ മുനാഫിഖാണ്. പക്ഷേ അയാളുടെ ഉപമ എന്താ പറഞ്ഞത്? കൽ ഹംബല എന്ന് പറഞ്ഞാൽ എന്താ? ആട്ടങ്ങയാണ്. ആട്ടങ്ങക്ക് ലാരിഹ, മണമില്ല, വല അതിന് രുചിയില്ല എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം വേറൊരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈമാനും അമലുമാണ് വിഷയം. അൽ ഈമാനു വൽ അമൽ, വിശ്വാസവും കർമ്മവും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വമിനന്നാസി മൈ യുഅ്തൽ ഈമാനു വൽ അമൽ, ഈമാനും അമലും നൽകുന്നവർ ആളുകളിലുണ്ട്. ഈമാനും അമലും നൽകുന്നവർ, അതൊരു കൂട്ടർ. അവർക്ക് എന്തുണ്ട്? ഈമാനും ഉണ്ട്, അമലും ഉണ്ട്. വമിൻഹും മൻ യുഅ്തൽ ഈമാൻ ഫലാ അമല ലഹു, അങ്ങനെയുള്ള ഒരു ടീമുണ്ട്. പിന്നെ വമിൻഹും മൻ യുഅ്തൽ അമൽ, അവർക്ക് ഈമാനില്ല എന്തുണ്ട്? അമലുണ്ട്. വമിൻഹും മൻ യുഅ്തൽ പിന്നെ ലാ യുഅ്ത അൽ ഈമാൻ വൽ അമൽ, ഈമാനും ഇല്ല അമലും ഇല്ല, അങ്ങനെയുള്ളവരുണ്ട്. എന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഈമാനും അമലും നൽകിയവർ ഏതുപോലെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അവർ ഉത്രുജ പോലെയാണ്, മാതള നാരങ്ങ പോലെയാണ്. അതിന് മണമുണ്ട്, അതിന് രുചിയുണ്ട്. എന്നാൽ ഈമാൻ ഉണ്ട്, അമലില്ലാത്തവർ അതാണ് തമ്രത്ത് പോലെ, കാരക്ക പോലെ. ചിലർക്ക് പിന്നെന്താ ഉള്ളത്? ഈമാനില്ല, അമലുണ്ട്. അവരാണ് കൽ ആസത്തി എന്നാണ്. ആസത്ത് അത് അലി പ്രയോഗിച്ചതിൽ ആസത്ത് എന്നാണ്. നിസ്ലാസ്ത്രമാങ്ങൾ പ്രയോഗിച്ചത് റൈഹാനാണ്. റൈഹാനൊക്കെ എന്താ? മണമുണ്ട്, പിന്നെ രുചി കയ്പാണ്. അത് കൽ ആസത്തി എന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് പറഞ്ഞത് എന്താണ്? ഈമാനും ഇല്ല അമലും ഇല്ലാത്തവനാരാ? ഹംബലത്ത്, ആട്ടങ്ങ, ഹംബലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ റീഹ് എന്നുള്ള പ്രയോഗം ഹദീസിന് ഇസ്ലാം മതം പ്രയോഗിച്ച് അവിടെ കാറ്റ് എന്ന അർത്ഥത്തിനല്ല, പിന്നെയും അത് അവിടെ മണം, സ്മെല്ല് എന്ന അർത്ഥത്തിലാണ്. ഏതായാലും ഇവിടെ വലമ്മ ഫസലത്തിൽ ഈറു ഖാല അബൂഹും, അവരുടെ പിതാവ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി ലഅജിദു റീഹ യൂസുഫിൻ്റെ മണം ഞാൻ അനുഭവിക്കുന്നു, തീർച്ച ഞാൻ അനുഭവിക്കും. ല അശുമ്മു എന്നല്ലേ മണം അനുഭവിക്കുന്ന, ഷമ്മയശുമ്മു പറഞ്ഞ സ്മെല്ല് ചെയ്ത് മണത്തു എന്നാണ്. ഇവിടെ ല അശുമ്മു എന്നല്ല പറഞ്ഞത്, പിന്നെ ല അജിദു എന്നാ പറഞ്ഞത്. അപ്പോൾ ഒരു പിന്നെ സംഭവം ഇത് പിന്നെ ഖമീസിൻ്റെ വക്താവ് നബിയാണ് അല്ലേ? ഈ ഖമീസിൻ്റെ മണം അനുഭവിക്കുന്ന ആൾ ആരാണ്? നബിയാണ്. സംഭവം ഇത് മുഅ്ജിസത്താണ്. ചിലരിതിന് ഇങ്ങോട്ട് മുഅ്ജിസത്തല്ലാത്ത രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് കുറേ ഇടങ്ങാറാകുന്നവരുണ്ട് കേട്ടോ. അവർ പറയുന്നത് ഈ പിന്നെ മനുഷ്യനേക്കാൾ ഉണ്ടല്ലോ ഈ ഹാസത്ത് ഷമ്മ്, ഈ മണക്കാനുള്ള ഇന്ദ്രിയ കഴിവ് പിന്നെ ചില മൃഗങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്.
ചില മൃഗങ്ങൾ എന്തിനു മണത്തിട്ടാണല്ലോ ഈ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ കൊണ്ടുപോകുക. പിന്നെ അക്രമക്കുമുള്ള പോലീസ് നായ്ക്കളൊക്കെ. അപ്പോൾ പിന്നെ ചിലർ പറയുന്നതാണ് പിന്നെ ഈ മണത്തിട്ട് അറിയാനുള്ള കഴിവ് അത് മൃഗങ്ങൾക്കുണ്ട്. ചില മനുഷ്യന്മാർക്കും അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്നൊരു മൊഴിസത്തല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ചില പാഴ്വേലകൾ. ഇത് മൊഴിസത്താണ്. ഖമീസ് ആരുടേതാണോ അത് നബിയാണ്. ആരാണോ ഈ വാസനിക്കുന്ന അനുഭവിക്കുന്ന അതും ആരാണ്? നബിയാണ്. യാത്രാസംഘം വളരെ വിദൂരതയിലാണ്. പക്ഷേ ആ ഖമീസിൻ്റെ മണം ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപ്പ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മണക്കുന്നു അല്ല പറഞ്ഞത്. പിന്നെയോ മണത്ത് അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിന് അനുഭവവേദിയാകുകയാണ്. മണത്തേക്കാൾ കൂടുതൽ ഒരു പിന്നെ അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ല അജിദു എന്ന് ല അശുമു എന്ന് പറയാതെ പ്രയോഗിച്ചത്. ഏതായാലും കാല അബൂഹും ഇന്നി ല അജിദു റീഹ യൂസുഫ്, യൂസുഫിൻ്റെ റീഹിനെ ഞാൻ അനുഭവിക്കുന്നു തീർച്ച. ലൗല അൻ തുഫന്നിദൂൻ, ലൗല അൻ തുഫന്നിദൂൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫന്നദ എന്ന് പറയും. ഷെയ്ഖുൻ മുഫന്നദ് എന്ന് പറയും. മുഫന്നദ്, ഫന്നദ. ചില ഹദീസുകൾ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. മുഫന്നദ്, മുഫന്നദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുദ്ധിക്കുറവുണ്ടല്ലോ, ബുദ്ധിമാന്ദ്യം കാരണത്താൽ പിച്ചിയും പേയും പറയുന്ന ആളുകൾ, പിച്ചിയും പേയും പറയുന്ന ആളുകൾ, അതാണ് ശരിക്കും ഇത് അങ്ങനെ പറയുന്നതിനാണ് ഫന്നദ എന്ന് പറയാം. മുഫന്നദ് എന്ന് പറഞ്ഞാൽ അതാണ് വൃദ്ധനായി കിളവനായിട്ട് ബുദ്ധിമാന്ദ്യം സംഭവിച്ചിട്ട് പിച്ചിയും പേയും പറയുന്നവൻ. ഇവിടെ തുഫന്നിദൂനി എന്നാണ്. എന്നെ നിങ്ങൾ ഉണ്ടല്ലോ ഇങ്ങനെ ബുദ്ധി ഭ്രമം സംഭവിച്ച് പിന്നെ പിച്ചിയും പേയും പറയുന്ന അതിലേക്ക് എന്നെ നിങ്ങൾ ചേർക്കുക, എന്നിൽ നിങ്ങൾ ആരോപിക്കുക, എന്നിൽ അങ്ങനെ വിധിക്കുക. നിങ്ങൾ എന്നെക്കുറിച്ച് അങ്ങനെ വിധിക്കുന്നില്ല എങ്കിൽ ലൗല അൻ തുഫന്നിദൂനി, അതിൻ്റെ ജവാബ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ലൗല അൻ തുഫന്നിദൂനി, ഇവിടെ നീ എന്നുള്ളതുണ്ടല്ലോ, നൂനിൽ വിഖായയാണ്. ഇവിടെ യാവുൽ മുത്തക്കല്ലിം മഹ്ദൂഫാണ്. എന്നെ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചവനായി നിങ്ങൾ എന്നെ ആരോപിക്കുന്നില്ല എങ്കിൽ, അതാണ് ലൗല. കാര്യം ഇതാണ്, നിങ്ങൾക്കത് വ്യക്തമാകും. യൂസുഫിൻ്റെ വാസന ഞാനിതാ അനുഭവിക്കുന്നു, കാര്യം നിങ്ങൾ വ്യക്തമാകും. ഇവർ ലൗലാൻ തുഫന്നിദൂനി എന്ന് പറയാൻ കാരണം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്. ആ നബിയാണ് ഇവരെന്ത് ചെയ്യണത്, എന്ത് പറയുന്നത്? മുഫന്നദ് എന്ന് പറയുന്നത്. മുഫന്നദ് എന്ന് പറഞ്ഞാൽ എന്താ? വാപ്പാക്ക് യൂസുഫിനെ ആലോചിച്ച് യൂസുഫിനെ കുറിച്ച് പറഞ്ഞ് ചന്നി ബാധിച്ച മാതിരി പിച്ചിയും ബായും പറയുന്ന ബുദ്ധിമാന്യം സംഭവിച്ച അവസ്ഥയാണുള്ളത്. അത് ഒരു കടുത്തൊരു ആരോപണമാണത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അത്രമേൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ചിന്താകുലനാണ് എന്നുള്ളതാണ്. അത് വീട്ടിലുള്ള ആളുകളോടാണ് പറയുന്നത്, സഹോദരങ്ങളോടല്ല. സഹോദരങ്ങൾ ഇപ്പോഴും എന്താണ് ഖമീസായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പിന്നെ വീട്ടിലുള്ളവരുണ്ടല്ലോ, അത് ഈ സഹോദരങ്ങളാണ് അതിൻ്റെ കാരണം. സഹോദരങ്ങളാണ് കാരണം. കാരണം എന്താ? ഇവിടെ നോക്കി, ഖാലു തല്ലാഹി ഇന്നക ലഫീ ദലാലിക്കൽ ഖദീം എന്നാണ്. ഖാലു, അവർ പറഞ്ഞു, ആര്? വീട്ടിലുള്ളവർ പറഞ്ഞു, തല്ലാഹി അള്ളാഹുവാണ് സത്യം, ഇന്നക തീർച്ചയായും താങ്കൾ ലഫീ ദലാലിക്കൽ ഖദീം, താങ്കളുടെ ആ പഴയ ദലാലിലാണ്, താങ്കളുടെ ആ പഴയ ദലാലിൽ തന്നെയാണ് എന്ന് ഇവർ പറയാണ്. ഇത് പണ്ട് സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇന്ന അബാന ലഫി ദലാലി മുബീൻ എന്ന്. ആരെ വിഷയത്തിൽ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ പണ്ട് സഹോദരങ്ങൾ പറഞ്ഞിട്ട് വാപ്പാക്ക് ഇപ്പോഴും പിന്നെ എന്താണ് ഒരു കാര്യപ്രാപ്തി, അല്ലെങ്കിൽ വാപ്പ എന്താണ് ഒരു ശരിയിൽ നിന്ന് തെറ്റിക്കൊണ്ടാണ് പോണത്, റൂട്ട് ശരിയല്ല എന്ന അർത്ഥത്തിൽ ഈ സഹോദരങ്ങൾ ആരോപിച്ചിട്ടുണ്ട്. ആ ആരോപണം പ്രചണ്ഡായി നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഈ സഹോദരങ്ങളില്ലാതെ തന്നെ വീട്ടിൽ ഇത് ഏറ്റുപാടുന്നത്. അപ്പോൾ ഈ ലൗലാൻ തുഫന്നിദൂൻ എന്ന് പറഞ്ഞെങ്കിൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒതുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒതുക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പൊക്കെ പറഞ്ഞില്ലേ, പിന്നെ ഇങ്ങനെ നിങ്ങൾക്കെന്തോ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ലൗലാൻ തുഫന്നിദൂൻ.
അപ്പോൾ വീട്ടിലുള്ളവർ കാലു തല്ലാഹി തല്ലാഹി ഇന്നക ലഫീ ദലാലിക്കൽ ഖദീം. നമ്മൾ പറഞ്ഞില്ലേ ഇത് 4 പ്രാവശ്യം വന്നിട്ട് സൂറത്ത് യൂസുഫിൽ ഇത് 4ാമത്തെ തവണയാണ്. തല്ലാഹി അള്ളാഹുവാണ് സത്യം. ഈ തല്ലാഹി വല്ലാഹി ബില്ലാഹി തല്ലാഹി തല്ലാഹി പ്രയോഗിക്കുമ്പോൾ കടുത്ത വിഷയത്തിലാണ് അത് പ്രയോഗിക്കുക, സത്യം ചെയ്യാൻ. ഇന്നക തീർച്ചയായും താങ്കൾ ലഫീ ദലാലിക്കൽ ഖദീം താങ്കളുടെ പഴയ ദലാലിൽ തന്നെയാകുന്നു ഇപ്പോഴും എന്ന അർത്ഥത്തിൽ. ഇവിടെ ദലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മാർഗഭ്രംശം, വഴികേട്, കുഫ്ർ അർത്ഥത്തിലൊന്നുമല്ല. പിന്നെയോ പിന്നെ ശരിയിൽ നിന്ന് അകന്ന് എന്നുള്ളൊക്കെ അർത്ഥത്തിൽ ഇങ്ങനെ പ്രയോഗിക്കും. ഖാലു തല്ലാഹി ഇന്നക ലഫീ ദലാലിക്കൽ ഖദീം. ചില വിഷയം നമുക്ക് അടുത്ത ആഴ്ച ആയത്തിൻ്റെത് പറയുമ്പോൾ അതിൽ പറയാം ഇൻഷാ അല്ലാഹ്. ചില മസാലകളുണ്ട്. അതേപോലെ തന്നെ ഈ ഖമീസിൻ്റെ വിഷയത്തിൽ ചില വിഷയങ്ങളുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച അത് പൂർത്തിയാക്കാം. വേദനയില്ല.